ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേ. എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അനായാസം പ്രവേശനം കിട്ടാൻ എന്നുള്ളതാണ്. 2 പത്രോസ് 1:11, 2 Peter chapter 1:11. അതിന് വെളിപ്പെടുത്താണ് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് അനായാസം പ്രവേശനം ലഭിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, നമുക്ക് ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സാധ്യ ഖത്തറിലേക്ക് നടന്നു പോകാനുണ്ട്. ഇതിൽ ഒരു ഷോർട്ട് വഴിയുണ്ട്, ഒരു എളുപ്പമുണ്ട്, പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് പോർക്കെ. അതേസമയം ഇതിലേ പോയി കഴിഞ്ഞാൽ നല്ല വിശാലമായ വഴിയാണ്. ഇത് ഷോർട്ടായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നടന്നുകൊണ്ട് എത്താൻ പറ്റും. അപ്പൊ എന്ന് പറഞ്ഞാൽ അനായാസം പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുക. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കാര്യത്തിന് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കണം. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒരു പാസ് വളരെ ഷോർട്ടായിട്ട് എങ്ങനെയും കിട്ടാൻ പറ്റില്ല. അനായാസം എന്ന് പറഞ്ഞാൽ വലിയൊരു ആയാസം കൂടാതെ, എനിക്ക് കയറ്റമൊന്നും കയറാൻ പറ്റിയല്ല എന്ന് വെച്ചാൽ നടന്നു കയറാൻ പറ്റുന്ന നല്ല വഴികളുണ്ട്, കാരണം അവർ പറയും അല്ലെ എന്ന് പറയുന്നത് പോലെ തന്നെ അനായാസം പ്രവേശനം ദൈവരാജ്യത്തിൽ കിട്ടുന്നതിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ കർത്താവും രക്ഷകരമായ യേശുക്രിസ്തുവിന്റെ രാജ്യത്ത്, അനശ്വരമായ രാജ്യത്തിലെ അനായാസം പ്രവേശനം കിട്ടും. ഇനി അതെന്താന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അതിന് മുകളിലോട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അതിന്റെ തൊട്ട് മുകളിൽ കാണുന്നത് എന്താണെന്നറിയാം. ഒന്ന്, നിങ്ങളുടെ വെളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നത് നല്ല ഉത്സാഹമുള്ളവരായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ വീണുപോയാൽ. ഇപ്പോഴത്തെ യുവജനങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, നിങ്ങളുടെ ദൈവോളി ഏതാ നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കണം. വിവാഹമാണോ, പൗരോഹിത്യമാണോ, സന്യാസമാണോ, കുട്ടികളെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആകാൻ, അല്ലെങ്കിൽ അങ്ങനത്തേക്കുള്ള ഓരോ മേഖലയും ചിന്തിക്കണം. എന്നിട്ട് നമ്മുടെ വിളി എന്താണെന്ന് നോക്കണം. നമ്മുടെ നിയോഗം എന്താണ്. നമുക്ക് ഈ ലോകത്തിൽ ഒരു നിയോഗം ചെയ്തു തീർക്കാനുണ്ട്. ആത്മാക്കളെ നേടുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിളിയോ നിയോഗം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനത്തെ ഉള്ളൊരു വിളിയോ നിയോഗം ഉറപ്പിക്കാൻ ഉത്സാഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനായാസം പ്രവേശനം കിട്ടും. എന്നാൽ എനിക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗമെന്ന് പറയുന്ന പൗരോഹിത്യം എന്ന് പറഞ്ഞ ദൈവവിളി സ്വീകരിച്ച പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്ത് സ്വർഗരാജ്യത്തിലേക്ക് അനായാസം പ്രവേശനം എന്നതുപോലെ തന്നെയാണ് നല്ല കുടുംബജീവൻ നയിക്കാൻ നിങ്ങൾക്ക് അതിന് വിളിയുള്ളത് കൊണ്ട് മക്കളെ നല്ല വിശുദ്ധിയിലും കൃപയിലും വളർത്തി അല്ലെ ദൈവരാജ്യത്തിലേക്ക്. ഇനി അത് ഒരു വേല. ഇനി അതിന് മുകളിലുള്ള സൂപ്പറാണ്. അതെല്ലാം കൂടെ എനിക്ക് ഒറ്റട്ടൊക്കെ പറയാൻ പറ്റില്ല. നിങ്ങൾ അതിന് കാരണം അത് വിശ്വാസത്തെ സുഹൃതം കൊണ്ട്, സുഹൃതത്തെ ഓരോ മേഖല ഇങ്ങനെ പറഞ്ഞിരിക്കുക. ഓരോന്നിനെ വിശ്വാസത്തെ സുഹൃതം കൊണ്ട്, സുഹൃതത്തെ ജ്ഞാനം കൊണ്ട്, ജ്ഞാനത്തെ ആത്മസേവനെ, ആത്മാനക്ഷമ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ഓർഡർ ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്ന് ബലപ്പെടുത്തി വിശ്വാസം ഉണ്ടെങ്കിൽ, വിശ്വാസത്തിലേക്ക് എങ്ങനെയാ സുഹൃതങ്ങൾ അല്ലെ, ഒരു ഭയങ്കര നല്ലൊരു ഓർഡറാണ്. സുഹൃതം, വിശ്വാസം, ക്ഷമ, ആത്മസംയമനം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിങ്ങൾ ആ ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കി കേട്ടോ. എനിവേ, അപ്പൊ അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെളിയും നിയോഗം ഉറപ്പിക്കാൻ ഒരു ഉത്സാഹം ഉണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് നമുക്കൊരു അനായാസം പ്രവേശനം കിട്ടും. ഇപ്പൊ യാക്കോബ് സ്ലീഹ അതേ ഒരു സ്ലീഹയാകാനുള്ള ഈശോയുടെ വിളി സ്വീകരിച്ചു അല്ലെ. ആ വിളി സ്വീകരിച്ച് അങ്ങനെ പിന്നെ ഈശോയുടെ കൂടെ നടന്ന് പൗരോഹിത്യ അല്ലെങ്കിൽ എന്താ പറയുന്നത് പന്തക്കുസ്താ തിരുനാളിൽ ഇതെല്ലാം സ്വീകരിച്ച് പിന്നെ എന്ത് ചെയ്തു, ഇവിടെ വന്ന് സ്പെയിനിൽ വന്ന് സുവിശേഷം പ്രഘോഷിച്ച്. അപ്പൊ സ്പെയിനിൽ ശരിക്കും പറഞ്ഞാൽ രക്തസാക്ഷിത്വം കഴിഞ്ഞാൽ സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ജെറുസലേം അങ്ങനെയൊക്കെ ചില പാരമ്പര്യങ്ങളുണ്ട്. എന്നിട്ട് പോയി രക്തസാക്ഷിത്വം കൊണ്ട് ആ വെളിയ നിയോഗം വഴി സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. കുറച്ച് കൂടുതലായെന്ന് എനിക്കറിയാം, സാരമില്ല, ക്ഷമിക്കുക, സ്പെയിനല്ലേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങ് ആരാധിക്കുന്ന സ്തുതിക്കുന്ന യാക്കോബ് സ്ലീഹയുടെ പ്രത്യേക മധ്യസ്ഥം ചോദിച്ചുകൊണ്ട്, കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഈ ടോക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ ആശീർവദിക്കുക. യാക്കോബ് സ്ലീഹയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ ഇതുപോലത്തെയുള്ള മേഖലകളിലുള്ള അന്ധകാര പീഡകളും പൈശാചികത്തിന്റെ ഉപദ്രവങ്ങളും ശല്യങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന ഓരോ സ്ഥലങ്ങളിലും യാക്കോബ് സ്ലീഹയുടെ പ്രത്യേക ഇടപെടലുണ്ടാകട്ടെ കർത്താവേ. ഒരുപക്ഷെ ഞങ്ങളുടെ ഓരോ മേഖലകളിൽ ഇതേപോലത്തെ ഒരു അവസ്ഥകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ യാക്കോബ് സ്ലീഹയുടെ പ്രത്യേക ഒരു മധ്യസ്ഥം വിശ്വസിക്കുന്നവർക്ക് ഉണ്ടാകട്ടെ കർത്താവ്. ഒപ്പം തന്നെ വചനം ലഭിക്കാനുള്ള വഞ്ചിക്കാനുള്ള കൃപയും ലഭിക്കട്ടെ കർത്താവ്. ഇവരുടെ കുടുംബങ്ങളെ, വ്യക്തികളെല്ലാം പ്രത്യേകം ആശീർവദിക്കുക. ഇവരുടെ നിയോഗങ്ങളെ പ്രത്യേകം ആശീർവദിക്കുക. ആയിരക്കണക്കിന് ആൾക്കാർ കർത്താവ് ഞങ്ങൾ കേരളത്തെ മലയാറ്റൂർക്ക് നടന്നു പോകുന്നത് പോലെയാണല്ലോ ഈ സാന്റിയാഗോ കത്തീഡ്രലിലേക്ക് ആൾക്കാർ യാക്കോബ് സ്ലീഹയുടെ അടുത്ത് ഇങ്ങനെ നടന്നു വരുന്നത്. കർത്താവെ, അവരുടെ ആ ഒരു വിശ്വാസവും തീക്ഷ്ണതയൊക്കെ കണ്ടുകൊണ്ട് കർത്താവ് വിശ്വാസം പുഷ്ടിപ്പെടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.